faster, man. Habibi, welcome to ഇസ്രായേലിൽ കയറിയിട്ട് ഒരു വണ്ടിയിൽ കയറിയിട്ട് are you from IDF? മൈന് ഇട്ടയ്ക്കുമാണ്. നമ്മൾ ചിലപ്പോൾ അവിടെ പോകുമ്പോഴായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്. പക്ഷേ M4ന്റെ ഒരു മാതൃക ഉണ്ട്. വെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഏതൊരു വണ്ടിയാണ്. അമേരിക്കയിലൊക്കെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ടാങ്കിന്റെ ഉൾഭാഗം കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും കേരളത്തിനെ കുറിച്ച് അറിയാന്നുള്ളതാണ് കേട്ടോ സത്യം. ഇവർക്ക് മുസ്ലിം അറബ്സും ക്രിസ്ത്യൻ അറബ്സും അങ്ങനെ ആർമിയിൽ പോകാറില്ല. അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ പോവാം. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ്റെ പാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിലെ ഈ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയല്ലോ. ഇസ്രായേലിലെ ഒരു ബങ്കറാണ് കേട്ടോ, ഒരു ഷെൽട്ടറാണ്, ഒരു പാർക്കിൽ ബോംബ് വീഴാതിരിക്കാനുള്ള ഷെൽട്ടറാണ്. ഇന്നലെ രാത്രി എൻ്റെ പള്ളി ഫുള്ളിങ്ങനെ രാത്രി പേടിച്ചാണ് കേട്ടോ കിടന്നില്ല. ഞാൻ അങ്ങനെ പേടിയില്ലായിരുന്നു, ബോംബ് ഷെൽട്ടറായതുകൊണ്ട് എന്തോ എനിക്ക് പെട്ടെന്ന് ഇന്നലെ ധൈര്യം കിട്ടി. ഉറക്കത്തിൽ ബൂന്ന് പറഞ്ഞ് കുറേ ബോംബുകൾ ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ അധികം പേടിയില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ ഞെട്ടുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹൗ വാസ് ദ ബോംബിംഗ് ലാസ്റ്റ് നൈറ്റ്? സ്കേറി? അവള് പാവം കേട്ടോ, അവൾക്ക് സ്കേറി ആയിരുന്നു. നമ്മളെ ബാഗ് ഇവിടെ പാക്ക് ചെയ്യുവാണ്, ടെൻ്റൊക്കെ പാക്ക് ചെയ്യുവാണ്. ഇവിടെയാണ് കേട്ടോ ഇന്നലെ കിടന്നത്. ഈ കാണുന്നതാണ്. ദിസ് ഈസ് ജമൽ ഷംസ് റൈറ്റ്? മജ്ദൽ ഷംസ്. മജ്ദൽ ഷംസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഏരിയ ആണ്. മജ്ദൽ ഷംസ് എന്ന് പറഞ്ഞ ചെറിയൊരു ഏരിയ അല്ല. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം പണ്ടത്തെ സിറിയയുടെ കയ്യിലായിരുന്നു. 1965 ശേഷമുള്ള യുദ്ധത്തിന് ശേഷം ഇത് ഇസ്രായേലിൻ്റെ കയ്യിലായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതിൽ ഇസ്രായേലി പിടിച്ചെടുത്തിയെങ്കിലും ഇവിടെ ഉള്ള ആളുകൾക്ക് ഇപ്പോഴും കുറേ പേർക്ക് ഇസ്രായേലി പാസ്പോർട്ടൊന്നും കൊടുത്തില്ല. അത് കണ്ടിട്ട് ദൈവം ഇത് ഞാൻ ഈ രാജ്യത്തിനെ കുറ്റം പറയണമെന്ന് പറയല്ലേ, അതെനിക്ക് ഇവിടെ കണ്ട ഒരു കാഴ്ച പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ആളുകൾ സംസാരിക്കുന്നത് അറബിയാണ്. ഹിബ്രു അധികം പേർക്കും അറിഞ്ഞുകൂടാ. അതാണ്ട് ഇത് നമുക്ക് അറബിയിലും ഹിബ്രുവിലും കാണാം. ഇത് പണ്ടത്തെ സിറിയൻ ഭാഗമായിട്ട് അവരുടെ ഭാഷ കൂടുതലും അറബിയാണ്. ഇപ്പോൾ കുറച്ച് പേര് ഹിബ്രു ഒക്കെ പഠിച്ച് കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട്. അവിടെ താണ്ട് നമുക്ക് മല, താഴ്വര അതെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം. ബ്ലറ് മാറിക്കോട്ടെ, അതെ അത് തന്നെയാണ്. അപ്പോൾ ഇനി പാക്ക് ചെയ്തിട്ട് സോറി, ഇന്നലെ ഇവിടെ പല്ലേക്കാനൊന്നും ഇവിടെ നോക്കിയിട്ട് സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചയ്ക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോയിട്ട് ഇന്ന് കുളിക്കണം. എവിടെയെങ്കിലും ഏതെങ്കിലും പുഴയിലെങ്കിലും പോയിട്ട് കുളിക്കണം. നല്ല തണുപ്പ് കേട്ടോ. നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയുള്ളൂ. ഫസ്റ്റ് വണ്ടി തന്നെ നമ്മൾ ഫസ്റ്റ് വണ്ടി തന്നെ നമുക്ക് ലിഫ്റ്റ് വന്നു. ഞാൻ ബാഗ് നോക്കട്ടെ. ഗുഡ് മോർണിംഗ്. Good morning. Good morning. صباح الخير. صباح الخير. صباح المبارك. أنت تعرف عربي؟ أنا بعرف عربي. ما أعرف عربي. أنا ما أعرف عربي شوية. شو بتعرف عربي أنت؟ أنا معلوم. أنا علم. أنا مسافرين. Good. أنا كل بلد امشي. كلك الله. إيش اسمك؟ معين. ليش اسمك؟ يوسف. Nice to meet you. Thank you. أهلا. താങ്ക് യു. അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ അവിടെ ഇന്നത്തെ ആദ്യത്തെ റൈഡ്. നമ്മൾ റോഡിൽ കോമഡി എന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ ഇങ്ങനെ ഇറങ്ങിയില്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു വണ്ടി ഒന്ന് നിർത്തി കേട്ടോ. ടുഡേ ഹിച്ചിങ് ഈസ് സോ ഈസി. രാവിലെ തന്നെ നമ്മളൊരു കടയിലോട്ട് വന്നതാണ്. പക്ഷെ കട പോലും ഓപ്പൺ അല്ല കേട്ടോ. ഇവിടെ ഒരു സംഭവം ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. മല കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ലെബനോണാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ലെബനോൺ, ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മുടെ സിറിയയൊക്കെയാണ്. കട ഓപ്പൺ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഹലോ. صباح الخير. صباح الخير. عربي تربيت انجليزي. صباح الخير. صباح النور. ഓക്കെ. ഇവിടെ മദ്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ദ്രൂസിന്റെ ഏരിയ ആണ്. ഇവിടെ ആക്ച്വലി ഇവര് മദ്യം കുടിച്ചുകൂടാ കേട്ടോ. ഇവരുടെ മതത്തിൽ, ദ്രൂസ് മതത്തിൽ മദ്യം കുടിച്ചുകൂടാ. ഇവിടെ വാഷ്റൂം. താങ്ക് യു ഹബീബി. ശുക്രൻ ഹബീബി. പുള്ളിക്കാരൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഈ സ്വീറ്റ്സ് എടുത്ത് കഴിക്കാന്ന്. I want to try everything. Everything one piece. All right. Can I offer you one orange?
Orange? Yeah, On mine? it's for you. Thank you so much. Finally, fresh. This is the leg. Oh, thank you. First. Pressure hand, come on. Sweet hand. Ready, 1, 2, 3, start. That's the best. Everything good. Sorry. La madame. നമ്മളിനി ഒരു ചെറിയൊരു ഹോട്ട് വാട്ടർ സ്പ്രിങ്ങിലോട്ട് പോകാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് വന്നതാണ്. ഇവിടെ കുറേ ഇതുപോലുള്ള നമ്മുടെ വിൻഡ് മിൽസ് ഉണ്ട്, പക്ഷെ ഒന്നും കറങ്ങുന്നില്ല. ആകെ 1, 2, 3 കറങ്ങുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള ഷെൽട്ടറുകളുണ്ട്. അതാണ് കേട്ടോ പ്രധാനപ്പെട്ട ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രാജ്യത്ത് ഞാൻ കണ്ടത്. എല്ലാവർക്കും ഷെൽട്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം വന്നാലും വലിയ പ്രശ്നങ്ങളില്ല. ഇവിടെ ഇതെന്തോ അറ്റാക്ക് ചെയ്യാനോ എന്തിനാണ് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ കുറേ നേരമായിട്ട് നടക്കുവാണ്, ചൂടുവെള്ളം തപ്പി പോവുകയാണ് കേട്ടോ. നമ്മൾ ഹോട്ട് വാട്ടർ തപ്പി പോവാണ്. ഓൾറെഡി റിവ്ക ഓൾറെഡി പോയിട്ടുണ്ട്. You already been here, right? Yes, And this is your second time? that's my second time. ഞങ്ങൾ നടന്ന് ഇവിടെ കുറേ കൃഷിയിടങ്ങളും നമ്മുടെ ചെറിത്തോട്ടങ്ങളും, പക്ഷെ ഇപ്പോൾ ഒന്നും അധികം ഇല്ല കേട്ടോ. ഒലിവ് തോട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ എല്ലാം ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ ആയിട്ടാണ് നമ്മുടെ ചൂടുവെള്ളം വരുന്നത്. അതാ കണ്ടില്ലേ, ചൂട് പറക്കുന്നുണ്ടോ. ഇവിടെ ധാരാളം കുതിരയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുതിര ആ കാണുന്നതാണ് നമ്മുടെ ബൈത്താൽ ലേക്ക്. ബൈത്താൽ ലേക്കിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബ്രോ, പശുക്കളൊക്കെ നോക്കിക്കേ, ഗർഭിണിയാണെന്ന് തോന്നുന്നു. വ്യത്യസ്തമായിട്ടുള്ളൊരു പശുവിനെയാണ് ഇവിടെ കണ്ടത് ഇസ്രായേലിൽ. It seems like a statue. പുള്ളിക്കാരി ആക്ച്വലി പ്രഗ്നൻ്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ പുറകിലും വേറെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു വൺ ഓഫ് ദ നാച്ചുറൽ റിസർവ് ആണ് കേട്ടോ ഈ കാണുന്ന പ്രദേശം. അടുത്ത കുറേ കിളികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ താറാവാണെന്ന് തോന്നുന്നു പറക്കുന്നതാ, കണ്ടില്ലേ. ഇവിടെ ഓൾറെഡി വന്നപ്പോൾ 4-5 കാറുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. കുറേ പേര് ഇതാണ്ട് ഒരു പട്ടാളക്കാരാണോ. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റഷ്യയിൽ, അറബിയിൽ, ഇംഗ്ലീഷിൽ ഡേഞ്ചർ ഓഫ് ഡ്രൗണിങ്, പിന്നെ നമ്മുടെ ഹിബ്രുവിൽ വെൽക്കം. ഇവിടെ കുറേ ആളുകൾ ഈ യുദ്ധസമയത്ത് എന്തെടുക്കുന്നതാണെന്തോ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അടിപൊളി കേട്ടോ. ഇവിടെ ഞാൻ വിചാരിച്ച കാട്ടി നല്ല രസമുണ്ട്. ചൂടുണ്ടോ നോക്കട്ടെ. ഇവിടെ വലിയ ചൂടില്ല. ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു കേട്ടോ ചൂടുള്ളത്. വിചാരിച്ച പോലെ അത്ര ചൂടില്ല കേട്ടോ. അടിപൊളിയതാ, അടിപൊളി കേട്ടോ. ഓ, വേറെ ലെവല് കേട്ടോ ഈ ഒരു ലേക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി. ഇവിടെ കുറേ ഇവിടുത്തെ ലോക്കൽസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ പേര് ഇവിടെ ഇരിപ്പുള്ള കാണാൻ കേട്ടാ. അടിപൊളി. ഞാനിനി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇത്രയും ദിവസം 2 ദിവസമായിട്ട് കുളിച്ചില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നത്. How are you feeling? How's it? Good? എന്താ അടിപൊളി കേട്ടോ. അടിപൊളി കേട്ടോ. നമ്മുടെ കൂടെ സോറി ഇവിടെ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഹലോ. ഇവരൊക്കെ ലോക്കൽ ഇസ്രായേലീസ് ആണ് കേട്ടോ. ഇവിടത്തുള്ള ആളുകളാണ് ലോക്കൽ ഇസ്രായേലീസ്. അതുപോലെ കുറെ പായൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് അവർ ഇതാണ് കേട്ടോ പരിപാടി. നമ്മൾ ഇവരെ വെച്ച് ഹബീബി കം ടു ഇസ്രായേൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. ഹലോ. ബൈ. ഞാൻ ആക്ച്വലി ഇനി ഫോൺ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ നീരാടാൻ വേണ്ടി പോവാണ്. അടിപൊളി കേട്ടോ, അടിപൊളി കേട്ടോ. ഇതാ നല്ല പശുക്കളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ,
വെള്ളക്കൊടിക്കാൻ വേണ്ടി വരുന്ന പശുവാണ്. എൻ്റെ ഫോണ് മഞ്ഞ് പിടിച്ചു. ദാ അവിടെ വേറെ ആളുകളൊക്കെ വന്ന കേട്ടോ. പട്ടികളൊക്കെ വന്ന വെള്ളത്തിലേക്ക് വേണം കേട്ടോ. നമ്മളിനി പീനട്ട് ബട്ടറും ടൂണായും ബ്രെഡും അല്ലേ അല്ലേ ഇഫ്ത ലോ ഇഫ്ത അല്ല അല്ലേ അല്ലേ അല്ലേ. What does it mean? You can just pronounce അല്ലേ. Alle. Isn't it? അല്ലേ. നമ്മൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പോവാണ്. നല്ല മനോഹരം കേട്ടോ. എന്ത് മനോഹരം. ആവി പറക്കുന്ന സംഭവങ്ങൾ കാണാനായിട്ട് ഫുള്ള് ഇവിടെ അവര് ഓൾറെഡി വന്ന് കരയിലോട്ട് വന്നിട്ടുണ്ട് അവരെല്ലാരും. അടിപൊളി. നമ്മള് കുളിച്ചു കഴിഞ്ഞിറങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നേരം വെള്ളത്തിൽ നിന്നു. അടിപൊളിയായിരുന്നു. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. കുറേ വേറെ പയ്യന്മാരൊക്കെ ഇവിടെ വന്ന് ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. പയ്യന്മാരുടെ മേളമാണ് കേട്ടോ. അതാ ഫുള്ള് ഇവിടെ പയ്യന്മാർ കുറേ പേര് താണ്ട് ഇവിടെ ഉണ്ട്. ഫ്രീ ആയിട്ട് കുളിച്ച് വൃത്തിയായി തുണിയെല്ലാം കഴുകിയിട്ട് ഇവിടെ ജട്ടി പറക്കുവാണ് കേട്ടോ. വാട്ട് ആർ യു സ്റ്റീലിംഗ് ദ അണ്ടർവെയർ? Cleaning. ക്ലീനിങ്. I take the trash with me. ഇവിടുത്തെ ട്രാഷ് എല്ലാം പറക്കി എടുക്കുവാണ് കേട്ടോ നമ്മള്. ഇവരെല്ലാവരും IDF ആൾക്കാരാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നവര് വെറുതെ ഒന്ന് നീരാടാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാ ആൾക്കാരും. ഇവിടെ നമ്മുടെ കൗ ആണ് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. നല്ല മനോഹരമായിട്ടുള്ള കൗ. നമ്മൾ ഇവിടെ നിന്ന് കുളിച്ച് ഇറങ്ങി പോവാണ്. ഇതായിരുന്നു കേട്ടോ. ഇവിടെ ഇറങ്ങിയപ്പോൾ ലോട്ട് ഓഫ് കാർസ്. യു വിയറിംഗ് IDF യൂണിഫോം? No, I'm not part of the IDF. You didn't work for IDF? No. So you don't have the gun license? No. സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. For the girls it's not mandatory, right? No, it's mandatory. For girls also? Yes. For how long? I grew up religion, so I Oh. could skip it. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ റിലീജിയസ് ആയിട്ട് ജനിച്ച ആൾക്കാർക്ക്, അതായത് ഇവർക്ക് ആർമിയിൽ വർക്ക് ചെയ്യണ്ട. അതുകൊണ്ട് പുള്ളിക്കാരി ആക്ച്വലി Now it's a big conflict because they want everyone to serve the army and the religion people they don't want. And yes, they make demonstration and that stuff. അതായത് റിലീജിയസ് പീപ്പിളിനെ ആർമിയിൽ വർക്ക് ചെയ്യണ്ട, മാൻഡറ്ററി ആയിട്ട് വർക്ക് ചെയ്യണ്ട. അതേസമയം റിലീജിയസ് അല്ലാത്ത ആളുകൾക്ക് ആർമിയിൽ വർക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവൾ റിലീജിയസ് ആയതുകൊണ്ട് അവൾക്ക് വേണ്ട. പക്ഷേ അവളിപ്പോൾ റിലീജിയസ് അല്ല. ഒരു 2-3 മാസമായിട്ടാണ് കേട്ടോ. ബട്ട് റിലീജിയസ് ഫാമിലിയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഫുള്ള് പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ട്. അതായത് റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ ആർമിയിൽ കയറ്റണം, അവർക്ക് മാത്രം ഇങ്ങനെ വെറുതെ, അതായത് ഗവൺമെൻറ് സബ്സിഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ കൊടുക്കരുത് എന്നുള്ള രീതിയിൽ സെക്യുലർ ആയിട്ടുള്ള ആളുകളുടെ ഇതുണ്ട്. ഇവിടെ കുറേ വണ്ടികൾ ഇപ്പോൾ വന്ന് നടക്കുവാണ്. വിൻഡ് മില്ലെല്ലാം ഇപ്പോൾ കറങ്ങി തുടങ്ങി കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഒന്നും കറങ്ങുന്നില്ലായിരുന്നു. ഇപ്പോൾ കറങ്ങി തുടങ്ങി. ഇവിടെ ആർമിയിലുള്ള എല്ലാവർക്കും ഇതിൽ പണിയെടുക്കാം കേട്ടോ. അതായത് ഇവർക്ക് ഗൺ ലൈസൻസ് കിട്ടും. എല്ലാവരുടെ കയ്യിലും ഗണ്ണുണ്ടാവും. ഈവൻ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കയ്യിൽ പോലും, അതായത് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന അവരുടെ കയ്യിൽ ഗൺ ലൈസൻസ് ഉണ്ട് കേട്ടോ. അവർക്ക് ഗണ്ണ് കൊണ്ട് നടക്കാം. നമ്മൾ എല്ലാവരും പിറകിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. Arab people don't want to be in the army, right? Depends, not all of them. I mean the Druze, most of them. Arab, Druze serve, most of them. Bedouin, some of them serve. Usually Muslims. I mean the Bedouin, they are Muslims, and they serve. But the other Muslims, most of them don't serve. Most of them, so it's not mandatory also for them. It's not mandatory, but if they choose, they can do it. Yeah. Christians? I guess some of them. Some of them. But not all of them. Christians and Muslims, some of them. Otherwise, അതായത് അറബ്സിന് മാൻഡറ്ററി അല്ല. പക്ഷെ അറബ്സിൽ ജൂത വിഭാഗം അറബ്സ് ഉണ്ടല്ലോ. അതായത് ഇറാഖിൽ നിന്ന് വന്നതും യമനിൽ നിന്ന് വന്നതും വേറെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ചാടി വന്ന ഇങ്ങോട്ട് പലായനം ചെയ്ത ജൂത ആളുകളുണ്ടല്ലോ. അവർ പലരും ആർമിയിൽ പോകും. പക്ഷെ അതേസമയം മുസ്ലിം അറബ്സും ക്രിസ്ത്യൻ അറബ്സും അങ്ങനെ ആർമിയിൽ പോകാറില്ല. അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവമുണ്ട്. ലെറ്റ്സ് ഗോ. യാള്ള. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇവർക്ക് ഈ അറബ് ചില ആളുകൾക്ക് ചില പ്രത്യേക ഇടങ്ങളിൽ കേട്ടോ, അവർക്ക് ആക്ച്വലി തോക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതേസമയം വേറെ നോർമലായിട്ടുള്ള ജൂയിഷ് ആളുകൾക്ക് തോക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരേ ഈക്വൽ അല്ലാത്ത ഇത്. നമ്മളങ്ങനെ ഹിച്ചേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിർത്തൂ പ്ലീസ് സഹോദരാ. എൻ്റെ അമ്മ, പുള്ളിക്കാരൻ്റെ തോക്കൊക്കെ. ദിസ് M4. This M4, yes. M4 തോക്കുകയാണല്ലോ.
എന്റെ അമ്മോ M4ന്റെ വെയിറ്റ് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് മുമ്പെടുത്തത് ഒരു രാജ്യത്ത് പോയപ്പോഴാണ്. കണ്ടില്ലേ, ഇസ്രായേലിൽ കയറിയിട്ട് ഒരു വണ്ടിയിൽ കയറിയിട്ട് ഫ്രം IDF. ഓക്കെ, IDF കാരനോട് ഹിച്ചേക്ക് ചെയ്ത്. ഇത് M4 ആണ് കേട്ടോ, M4. ഒരു IDF നമുക്ക് ലിഫ്റ്റ് വന്നില്ലായിരുന്നു. ഒരു M4 ഒക്കെ പിടിച്ച് IDFന്റെ അവിടെ കുറച്ച് നേരം ഇരുന്നു. പാവം കേട്ടോ, പുള്ളിക്കാരെ നല്ല കമ്പനി. അവർ ബേസിൽ പോവുകയാണ്. അതിൻ്റെ അകത്ത് റോപ്പും കുറേ കാര്യങ്ങളും തോക്കും കവചല കുണ്ടലങ്ങളും. വണ്ടിയിലെ ചേട്ടൻ കുറേ ആപ്പിളൊക്കെ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് 2 ആപ്പിൾ നമുക്ക് എടുത്ത് നീട്ടി കേട്ടോ. നമ്മൾ ഇറങ്ങി ഒരു പണ്ടത്തെ ഒരു സിറിയയുടെ ഭാഗമായിട്ടുള്ള ഒരു സിറിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ എന്താണ് അങ്ങോട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ ഫുള്ള് പട്ടാളക്കാരന്മാരാണല്ലോ. അള്ളാ, ഇത് അവരുടെ ആർമി ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ യുദ്ധത്തിന്. ഇവിടെ M4 ഗണ്ണൊക്കെ വെച്ച് ഇവര്. ഇതാണ് കേട്ടോ ഇവരുടെ വണ്ടി. ഇത് അടിപൊളി വണ്ടി കേട്ടോ. സാധനം കണ്ടില്ലേ, പറ്റോ റൊട്ടേറ്റിംഗ് പാർട്സ്. താങ്ക് യു സോ മച്ച് മാൻ. താങ്ക് യു. തൂതാ റാബ. ഇതാണ് കേട്ടോ വണ്ടി, അടിപൊളി കേട്ടോ. ഇതാണ് ഇവരുടെ യുദ്ധ വണ്ടി. എൻ്റെ അമ്മോ, ഇത് ഇവർ പട്ടാളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഏതൊരു വണ്ടിയാണ്. ഇത് നമ്മുടെ അമേരിക്കയിലൊക്കെ നമ്മൾ സിനിമ കണ്ടൂലേ, അതിൻ്റെ പോലത്തെ ഒരു വണ്ടിയാണ് കേട്ടോ. കൊള്ളാം കേട്ടോ സംഭവം. വാ, ഇതിൻ്റെ അകത്ത് കുറേ പേർക്ക് ഇരിക്കാൻ പറ്റും. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഫോളോ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. Nice. So sweet. Sweet like me. Golan apples. Golan apple like me. Like you. Like അവിടെ കയറി ചെല്ലുമ്പം ഇതിൻ്റെ അപ്പുറത്ത് ജസ്റ്റ് നിയർ ബൈ ദ ബിൽഡിംഗ് ദാറ്റ്സ് എ സിറിയൻ ബോർഡർ. ആ ബിൽഡിങ്ങിന്റെ പുറത്ത് പോകാതില്ലേ, ആ ബിൽഡിങ്ങിന്റെ പുറം ഭാഗം സിറിയൻ ബോർഡറാണ്. ഇത് പണ്ട് സിറിയയുടെ കയ്യിലായിരുന്നു. അത് ഇവർ എടുത്തതാണ്, ഇസ്രായേൽ യുദ്ധത്തിൽ പിടിച്ചെടുത്തതാണ്. അത് സിറിയയുടെ ഭാഗമായിരുന്നു. ഇത് സിറിയയുടെ ഒരു സിറിയൻ ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഹോസ്പിറ്റൽ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കയറി ചെന്നപ്പോൾ ഇതെല്ലാം ആർമി കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ കുറേ സ്ഥലങ്ങൾ ആർമി കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇവർ യുദ്ധത്തിനും ഷെൽട്ടറൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി. അവിടെ ഫുള്ള് യുദ്ധ വണ്ടികൾ. കൂടുതലായിട്ട് എനിക്ക് റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവരാണ് കേട്ടോ IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ. UN-ന്റെ പട്ടാളമാണ് കേട്ടോ ആ കാണുന്നത്. കണ്ടിട്ട് ഏതോ ഇന്ത്യക്കാരനെ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. UN-ന്റെ വണ്ടികളാണ്. കാരണം അവിടെ നമ്മുടെ സിറിയൻ ബോർഡർ ആണല്ലോ, തൊട്ടപ്പുറത്ത് സിറിയൻ ബോർഡറാണ്. കണ്ടില്ല, ഈ കാണുന്ന ബിൽഡിങ്ങിനാണ് ഇത്രയും നേരം നമ്മൾ പോയത്. ആർമി പിടിച്ചു വെച്ചിരിക്കുന്ന ബിൽഡിങ്. UN-ൽ ധാരാളം പല രാജ്യത്തുനിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യാറുണ്ട്. വഴിയിൽ നിന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോയി പുള്ളിക്കാരൻ നമ്മളെ എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചു നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് ഇന്ത്യ. Where is India? Where from? Kerala. You know Kerala? Yeah. How you know Kerala? Drive. Sorry? Tourists. Okay. Nice. പുള്ളിക്കാരൻ്റെ ഫാമിൽ ഏകദേശം 35 ഐറ്റംസ് കൃഷി നടത്തുന്നുണ്ട്. കിവി, ബ്രോക്കോളിൻ, ആപ്പിള്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കേട്ടോ. പുള്ളിക്കാരൻ കൃഷിക്കാരനാണ് കേട്ടോ. നമ്മുടെ ആ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ യുണൈറ്റഡ് നേഷൻ്റെ ബേസ് ആണ് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ UN-ന്റെ ബേസ് ആണ്. അവിടെ നമുക്ക് പല രാജ്യക്കാരെ നമുക്ക് ജോലി ചെയ്യുന്ന കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മുടെ സിറിയൻ ബോർഡറാണ്. ആ കാണുന്നത് നമ്മുടെ സിറിയ ഭാഗമാണ്. പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞ ഒരു ടാങ്കിൻ്റെ അടുത്ത് കൊണ്ടാക്കി ഇട്ടിട്ട് പോയി. ഇവിടെ ഒരു നമ്മുടെ UN-ൻ്റെതാണ് ആ കാണുന്നത്. നമ്മുടെ UN ബേസാണ്. ഇവിടെ നമ്മുടെ ഇസ്രായേലിൻ്റെ ഫ്ലാഗും ഇസ്രായേൽ ആർമിയുടെ ഫ്ലാഗാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് റിവ്ക ഉള്ളപ്പോൾ പിന്നെ എന്തിനു പേടിക്കണം. റിവ്ക, ട്രാൻസ്ലേറ്റ് മീ പ്ലീസ്. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദാറ്റ്? I don't know how to translate that because it's from, you know, from the Torah. Kol, kara ve'alachti ki kara kol. So a voice and I walk. I walk because a voice means something like that. Something like that. ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ദാണ്ട് ഒരു ചെറിയൊരു മാപ്പ്. പിന്നെ ദാണ്ട് ഇതാണ് നമ്മുടെ ടാങ്ക്. കണ്ടല്ലേ? Shalom. You are standing at the memorial site commemorating the fallen soldiers of the Nati Force during the Yom Kippur War in 1973. ഏതോ ഒരു യുദ്ധത്തിനെ കുറിച്ചാണ്. നമ്മളിവിടെ ഇംഗ്ലീഷ് അമർക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. നമ്മൾ ടാങ്കിന്റെ അകത്തോട്ട് കയറുവാണ്. ഈ കാണുന്നത് പണ്ടത്തെ നമ്മുടെ സിറിയ, ഈജിപ്റ്റ്, സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിന്റെ. ഹലോ. I have space? Yes, you have space.
ഈ കാണുന്നതാണ് നമ്മുടെ ടാങ്കിന്റെ ഉൾഭാഗം കേട്ടോ. ഇത് നമ്മൾ അവരുടെ ഡ്രൈവിംഗ് സീറ്റ്. പിന്നെ ഇത് നമ്മുടെ ടാങ്ക് അവർ മിസൈൽ കയറ്റി വിടുന്ന ഒരു ഹോളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഒരാൾ അവിടെ മരം കയറുവാണ്. ഇംഗ്ലീഷ് പ്രസ് ചെയ്യുമ്പോൾ, ഇംഗ്ലീഷ് ഇതാണ്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹിബ്രൂസ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ കൂടെ ഇവർ ലൗഡ് സ്പീക്കറിൽ ഇവരുടെ ഭാഷയിൽ ഇവർ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തരും. ഇവിടെ മാത്രമല്ല, ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു ടാങ്ക് അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് അവരെ ഈ ഒരു പണ്ടത്തെ ഡയറക്ഷൻ അതുപോലെ വെച്ചിരിക്കുന്നതാണ്. അന്ന് അവിടെ നിന്നാണ് കേട്ടോ സിറിയൻ ആർമി അവിടെ നിന്നാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. താണ്ടെ ഇതിൽ കൊതുവൊക്കെ മുട്ടയിടും, കുഞ്ഞെ അടച്ചിട്ടൂടെ. ഇത് താണ്ടെ വേറൊരു ടാങ്കാണ് കേട്ടോ. അതിൽ ഫുള്ള് മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. മങ്കീനോ If I fall and you kill me, stop, I'm gonna fall. നമ്മൾ അടുത്ത കിബൂട്ട്സിൽ കയറിയിട്ട് വന്നു. ഫൈനലി നമ്മളൊരു കിബൂട്ട്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ നമ്മുടെ ഒരു ഇസ്രായേലി ഫ്ലാഗ് കൊണ്ടുവച്ച് നിറയ്ക്കുവാണ്. അവിടെ ഫുൾ ആർമിക്കാരാണ്. ഇവിടെ നമ്മൾ എൻസിവാൻ എന്ന് പറയുന്ന ഒരു കിബൂട്ട്സ് ആണ്. ഇവിടെയും ആക്ച്വലി കണ്ടില്ലേ ഇവിടെ ഫുള്ള് ഇവിടെയും പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയും നമുക്ക് ഗേറ്റ് ഉണ്ട്. അവിടെയും പട്ടാളക്കാരൊക്കെയാണ് കേട്ടോ അവിടെ ഫുള്ള് കാണാൻ സാധിക്കുന്നത്. Hey, what's up? How are you? So you are working for the army or you are just working for the kibbutz? We're waiting for the peace. Yeah. We are recruited. You are Recruited. recruited from where, you mean? Peace We, corps. we were in the army 20 years ago. Okay. We served 3 years. Oh, And then we left the army. okay. And now since it's war, they recruited us Back. back to the army. Oh, okay. For 1 year already. Oh, ഒരു വർഷത്തേക്ക് ഇപ്പോ ആർമിയിൽ വീണ്ടും അവരെ റിക്രൂട്ട് ചെയ്യാം. This is M4. This is a replica of M4. Replica of the Israeli. not the American one. Not the American one. Oh, ഇത് ഇസ്രായേലി ഗണ്ണാണ് കേട്ടോ. ഇത് അമേരിക്കൻ ഗണ്ണല്ല സംഭവം. കണ്ടല്ലേ, പക്ഷേ M4ന്റെ ഒരു മാതൃക ഉണ്ട് കേട്ടോ. എല്ലാ സ്പൈ എന്ന് പറയാണ്. How was say about your experience in India? 15 years ago, I was traveling in the north part. In India-Pakistan border? Yeah, and I saw soldiers and I went to talk with them. It was the opposite. I was I'm I here. was a traveler and I went talking with the soldiers, and now I'm the soldier. That's it. അതായത് പുള്ളിക്കാരൻ മുമ്പ് India-Pakistan ബോർഡറിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ എന്താ പറയുക പുള്ളിക്കാരൻ പണ്ട് India-Pakistan ബോർഡറിൽ വന്നപ്പോൾ ഇതുപോലെ ആർമിക്കാരൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. ഇപ്പൊ പുള്ളി ആർമി, ഞാൻ ട്രാവലർ. അന്ന് പുള്ളി ട്രാവലർ ആയിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. So you know Kerala? I never been there, but Welcome anytime, okay? Welcome anytime. maybe this summer. You know Kerala? Yes, of course. Everybody know Kerala. Everybody know Kerala. പട്ടാളക്കാരന്മാർ അവിടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇത് അവരുടെ ബേസ് ആണ് കേട്ടോ. ചില പട്ടാളക്കാരന്മാർ റിലീജിയസ് ആയതുകൊണ്ട് അവരുടെ തലയിൽ ഇത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ നമ്മുടെ പട്ടാളക്കാരുടെ ഏരിയ ആണ്. ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ ഷെൽട്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ അടിയിൽ സംഭവം ഷെൽട്ടർ ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല ആ കാണുന്നത് അവർ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബങ്കർ പോലത്തെ സംഭവങ്ങളാണ്. വീഡിയോ. Hello. What's your name? My name is Amir. Amir. But in Israel, it's very poor. Very poor. Yes, you know. Oh, he's Amir means he's very rich. പുള്ളിക്കാരൻ rich ആണ്, but he's very poor. Yes. അറബി വാക്കാണ്. It's Arabic, right? Huh? No, I'm not. It's Arabic, but it's also a Jewish name. Okay. Okay. My name is Amir.
ഓക്കെ. പുള്ളിക്കാരൻ അമീർ ഖാൻ പുള്ളിക്കാരൻ ആക്ച്വലി ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട് ചോദിക്കുന്നത് ഇന്ത്യയിൽ എവിടെയെന്നാണ്. ഇവിടെ ഇസ്രായേലിൽ പല ആളുകളും ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ട് ചിലപ്പോൾ കേരള എന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ സാധാരണ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരപ്പം ഇതാവും. പക്ഷെ ഇവിടെ ഇസ്രായേലിൽ പല ആളുകളും ലിഫ്റ്റ് അടിക്കുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇന്ത്യയിൽ എവിടെയെന്നാണ്. കാരണം അവർക്ക് ഇന്ത്യയെ തന്നെ നല്ലതുപോലെ അറിയാം. കുറേ ഇസ്രായേലികൾ ഇന്ത്യയിൽ യാത്ര ചെയ്ത് വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ കേരളത്തിൽ യാത്ര വന്നിട്ടുണ്ട്. ഹൗ വാസ് കേരള? Kerala is very, very nice. I'm planning to go there again. Welcome back. Welcome again. Yes. I'm planning to, but let's speak directly, not to the. Yeah, not to the camera. So not to the bye, camera. bye Okay, camera. bye Sorry. camera. Bye. Bye. ആ കാണുന്നൊക്കെ നമ്മുടെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനുകളാണ് കേട്ടോ നമുക്ക് അവിടെ കാണുന്നത്. ഇത് വോൾക്കാനിക് പ്ലേറ്റ് ആ സംഭവം. And now they are used to as a military post. ഓക്കെ. ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ അവര് all the antennas, observation points. ഇപ്പൊ അവര് ഒബ്സർവേഷൻ പോയിന്റ്, മിലിറ്ററിക്ക് വേണ്ടിയുള്ള ഒബ്സർവേഷൻ പോയിന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ സ്ഥലങ്ങളിലൊന്നും അധികം ആളുകൾ യാത്രയില്ല, അധികം ഫാം ലാൻഡുകളോ അവർ ഉപയോഗിക്കില്ല. കാരണം എന്ന് പറയുമ്പോൾ പണ്ട് 1973 ശേഷമാണെങ്കിൽ ഈ യുദ്ധം നടന്നില്ലേ, സിറിയയുമായിട്ടുള്ള യുദ്ധം നടന്നില്ല. അപ്പൊ ഈ ഒരു ഭാഗങ്ങളിലല്ലേ ഇവര് ടാങ്ക് വരാതിരിക്കാനുള്ള ആന്റി ടാങ്ക് കനാൽസും പിന്നെ മൈൻ ഫീൽഡ് ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അതപ്പം മറ്റുള്ളവർക്ക് വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഈ പല സ്ഥലങ്ങളും ആളുകൾ പോവില്ല. കാരണം പണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പിട്ട മൈൻ ഇപ്പോഴായിരിക്കും പൊട്ടിത്തെറിക്കുക. പിന്നെ ഇവിടെ കുറെ പശുക്കൾ ധാരാളം കണ്ടു. കൃഷിയുടെ അവര് സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഒലിവ് കൃഷി ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഫുള്ള് കൃഷിയിടങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ. പുള്ളിക്കാരൻ ബ്രെഡ് വാങ്ങാൻ വന്ന സ്ഥലത്ത് വന്നതാണ്. പുള്ളിക്കാരൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള പേഴ്സണാണ്. പുള്ളിക്കാരൻ ബ്രെഡ് വാങ്ങാൻ വേണ്ടി മാത്രം എത്രയോ ദൂരം, നല്ല അടിപൊളി ബ്രെഡ് കേട്ടോ, കാണാൻ കണ്ടില്ലേ, പലതരത്തിലുള്ള ബ്രെഡുകളും. നമുക്ക് വേണ്ടി എന്തൊക്കെ പിസ്സയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിസ്സ അല്ല, ഒരു ചെറിയൊരു ബ്രെഡ്, ഒരു ചീസും വെച്ചിട്ടുള്ള ഒരു പിസ്സ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യൻ കേട്ടോ. പുള്ളിക്കാരൻ ആക്ച്വലി ഓസ്ട്രിയൻ ബ്രിട്ടീഷുകാരൻ. പുള്ളിക്കാരൻ്റെ അമ്മ ബ്രിട്ടീഷുകാരി, പുള്ളിക്കാരൻ്റെ അച്ഛൻ ഓസ്ട്രിയക്കാരൻ. പിന്നെ അവർ രണ്ടുപേരും മൂവ് ചെയ്തു, ഇസ്രായേലിലോട്ട് മൂവ് ചെയ്തു. പുള്ളിക്കാരൻ ജനിച്ചത് ഇസ്രായേലിലാണ്. പിന്നെ നമ്മൾ റിബേക്കയുടെ കാര്യം പറഞ്ഞില്ലേ, റിബേക്കയുടെ അച്ഛൻ പോളണ്ടുകാരൻ, അമ്മ എനിക്കറിയില്ല, അല്ല അമ്മയുടെ 5 ജനറേഷൻ ഇസ്രായേലിലുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ജോർദാൻ വാലി കൂടെയാണ്. പുള്ളിക്കാരൻ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. നമ്മൾ അപ്പുറത്തെ മല കാണുന്നില്ലേ, അത് നമ്മുടെ ജോർദാനാണ് കേട്ടോ. ജോർദാന്റെയും സിറിയയുടെയും ഒക്കെ അടുത്തൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. 1947 or 48. അടിപൊളി കേട്ടോ, ലാൻഡ്സ്കേപ്പ് വേറെ ലെവല് ലാൻഡ്സ്കേപ്പ്. ഈ കാണുന്നത് 57 വർഷമായിട്ട് ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. 57 വർഷമാണ്. അത് ജോർദാനാണ് കേട്ടോ. ആ മലനിരകളിൽ കാണുന്ന വില്ലേജുകൾ ജോർദാനാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോ ഇദ്ദേഹം എൻ്റെ അടുത്തുള്ള പുള്ളി, വണ്ടി ഓട്ടിക്കുന്ന ആള് പുള്ളിയാണ് കേട്ടോ പറഞ്ഞത്. 57 വർഷമായിട്ട് ഇസ്രായേൽ ഈ സ്ഥലം അത് എടുത്തു വെച്ചിരിക്കുവാണെന്ന്. അത് പുള്ളി പറഞ്ഞതുപോലെയാണ് ഞാൻ പറഞ്ഞത്. അവരെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടുത്തെ അങ്ങ് ദൂരെ വെള്ളം പോലെ കിടക്കുന്നുണ്ടോ, അത് വെള്ളമല്ല, അത് ആക്ച്വലി നമ്മുടെ പഴത്തിൻ്റെ ഫാമാണ്. അതായത് നമ്മുടെ വാഴക്കൃഷിയില്ലേ, വാഴക്കൃഷിയാണ് അവിടെ നമ്മൾ നെറ്റ് പോലെ കാണുന്നത്. അതെല്ലാം ഈ വെള്ളത്തിൻ്റെ ഇത് മോയ്സ്ചറൈസ് ചെയ്ത് അത് കൂടുതൽ ഫലഭൂഷണമാവാൻ വേണ്ടിയാണ് അങ്ങനെ നെറ്റ് സംവിധാനം ഉണ്ടാക്കുന്നത്. ഗ്രീൻ ഹൗസ് അല്ല, ഇവിടെ ഫുള്ള് പണ്ട് യുദ്ധസമയം ആയതുകൊണ്ട് ബങ്കർ പോലത്തെ സംഭവമാണ്. നാഷണൽ ബോർഡർ, natural border, not only national border, but it's a national border and natural border. And natural, and this is the Yarmouk River. It's coming from all the way from Syria. There it's called the Rukad, but anyway, the Yarmouk is collided with the Jordan River
not so far away from here. Oh. Not so far away from here, and water is a big issue in the Middle East, and Israel and Jordan, long time before the peace agreement, had some water arrangement, and we are dividing the water between Jordan and Israel. And Israel. Actually, Jordan, you can see, I think you can see here. I don't know if you can see it from here. I don't recommend to never. Maybe you can go if you want. Go. You can try if I follow. No, I don't want to die. ഈ ഭാഗങ്ങളിൽ മൈൻ ഫീൽഡ് ആണ് കേട്ടോ. അങ്ങോട്ട് ഫുള്ള് മൈൻ ഫീൽഡ് ആണ്. അതുകൊണ്ടാണ് അവർ ഇതുപോലെ കെട്ടിയിട്ടേക്കുന്നത്. ശത്രുക്കൾ വരാതിരിക്കാൻ വേണ്ടി മൈന് ഇട്ടേക്കുവാണ്. നമ്മൾ ചിലപ്പോൾ അവിടെ പോകുമ്പോഴായിരിക്കും പൊട്ടിത്തെറിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറ്റുന്നത്. അങ്ങനത്തെ സംഭവങ്ങളാണ്. നമ്മുടെ ജോർദാൻ്റെ വില്ലേജുകളാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വില്ലേജ് എന്ന് പറയാനായിട്ട് അങ്ങനെയല്ല, കുറച്ച് സംഭവങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ ജോർദാനിൽ. ഇത് യുദ്ധത്തിൻ്റെ സമയത്തുള്ള ബങ്കറുകളും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇത് അക്രമികളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ്. ഇതൊക്കെയാണ് കേട്ടോ പണ്ടത്തെ ബങ്കറുകൾ. കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ അത് ഷീറ്റ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുവാണ് കേട്ടോ. What did you find? I didn't find anything, but I'm looking for some mines or something. No, you don't find mines. Maybe some old battle. I mean, if you do find in the moment later, you forget about it because you'll be dead. Okay. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറട്ടെ. Wow, I found something. Wow, interesting. Welcome. It's so interesting here. A tunnel. Hamas tunnel. Hamas tunnel. I think. Wow. We find Hamas tunnel. Come on. Can you please light here? Yeah. I think it's a wall. Okay. It's a. ഇവിടെ ദാണ്ടേ. My goodness. Light here, please. Oh, it's so interesting. Let me call it. It's so interesting here. Yeah, come on. Let's go. Yeah. Because. Wow. Oh, ഇത് പണ്ടത്തെ. ഇതാണ് കേട്ടോ പണ്ടത്തെ യുദ്ധത്തിന്റെ. Oh my god. What? Is it your room or? Yeah, it's like a war room, you know. Wow. Shh. പണ്ട് യുദ്ധം പേടിച്ചുപോയി. പണ്ട് യുദ്ധം നടന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഇതിങ്ങനെ വഴികൾ ഓരോ ഭാഗത്തിലായി. Man, it's so interesting. ഇതാ കണ്ടില്ലേ, ഇവിടെ ഹോളുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. വായുവിനും സംഭവങ്ങളൊക്കെയാണ്. Let's go. കൊള്ളാം കേട്ടോ സംഭവം. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇതുപോലുള്ള. അയ്യോ, we lost our way. Which way we came? ഇത് വഴി തന്നെ നമ്മൾ വന്നോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇതൊക്കെ കണ്ടില്ലേ, ഇതിൽ കൂടെയാണ് എയർ പോകുന്നത്. അണ്ടർഗ്രൗണ്ടിലോട്ട് എയർ പോകാനായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഒരു ഫുള്ള് ഏരിയയിലാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇവർ അണ്ടർഗ്രൗണ്ടും സംഭവങ്ങളൊക്കെ ഉള്ള സംഭവം. അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇവിടെ നിന്ന് വെടിവെക്കാനൊക്കെയാണ്. ആളുകൾ ഇങ്ങനെ മലമുകളിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഫുള്ള് മൈൻ ഫീൽഡ് ആയിരിക്കും. കണ്ടില്ലേ, അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് കയറി വരുമ്പോൾ. പണ്ട് സിറിയയുടെ ലാൻഡായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ അവരെടുത്ത് വച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആളുകൾ ഇസ്രായേലി ആളുകളെ പോലെ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. ഏകദേശം 50-57 വർഷമായി. അതാണ് നമ്മുടെ ജോർദാൻ വാലിയുടെ ഒരു ജോർദാൻ നഗരം. ആണെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ കരിഞ്ഞു പൊള്ളും കേട്ടോ. അത്രയ്ക്ക് ചൂടാണ്. ഇപ്പോഴാണ് നമുക്ക് ഇതുപോലെ മനോഹരമായിട്ട് ഇങ്ങനെ നടക്കാനും ഇതിനൊക്കെ പറ്റുന്നത്.
പറയുന്ന നമ്മുടെ ജോർദാൻ ബോർഡറിന്റെ ഒരു സ്ഥലത്താണ്. Border life മിലിറ്ററി സോൺ, danger military zone. ഡേഞ്ചർ മിലിറ്ററി സോണിലേക്ക് സ്വാഗതം. നമ്മൾ മിലിറ്ററി ഡേഞ്ചർ സോണിലോട്ടാണ് പോകുന്നത്. And also welcome here, yes. Yeah, also welcome to Hamar Gadar. Hamat Gader, or the Arab word is Al Khama. Al Hama. And Kham is like in India, garam. Garam. Garam, hot. Hot. Kham, the garam. പുള്ളിക്കാരൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പഞ്ചാബിലൊക്കെ. Punjabi, Hindi. No. I was saying that you were working in Punjab, you know. But I was traveling in India quite a lot. ആ കാണുന്നത് നമ്മുടെ ഫാമുകളും പിന്നെന്തോ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ പൂൾസ് ഒക്കെയാണ് കേട്ടോ, നല്ല രസമുണ്ടല്ലോ. ഇതാണ് നമ്മുടെ അവസാനത്തെ ഇസ്രായേലി വില്ലേജ്. മുമ്പ് സിറിയയുടെ ആയിരുന്നു, ഇപ്പൊ അത് ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇതിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നു? Trying to show when the gate will close. So this is Jordan. This is Jonas. And Jonas. And the fences. Oh. I don't know. Let's see. This is Jordan. Yeah, this is actually Jordan. But this is much more serious fence. ഇതാണ് കേട്ടോ നമ്മുടെ ജോർദാൻ ഡേഞ്ചർ മൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യർമോക് നദിയാണ്, അവിടെ നമ്മുടെ പഴക്കൃഷിയാണ് കേട്ടോ, നമ്മുടെ പഴമാണ്. നമ്മുടെ ബോർഡറിലൂടെയുള്ള സഞ്ചാരമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. Thank you so much. Yalla. So Mahin, if I just write Mahin in YouTube, it will come first, right? You can there if you go to my profile. What? Dhanyabad. Okay. Dhanyabad. Now I will teach you. Namni. Namni. Dhanyavad in Malayalam. Okay, Namni. Nani. Nani. Yeah. Nani. Yalla. See you. Bye. Do you remember how to say thank you in my language? Nani. Yeah. What's that? That's stickers. You want stickers? Yeah. Toda. Tuda. Oh, this is about No. Rabbi, right? זה לא רבינה. ഇത് മറ്റേ റബായിയുടെ എന്തിന്റെ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. It is student of this rabbi who said that. I mean. ഈ റബായിയുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ അവരുടെ. ഇത് അവർ പറയുന്നത് ഹാപ്പിനെസ് അതിനെയൊക്കെ കുറിച്ചിട്ടാണ് കേട്ടോ. താങ്ക് യു. നമ്മളങ്ങനെ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബോർഡറിന്റെ തൊട്ടടുത്തായിട്ട്, ബോർഡറിന്റെ ഇപ്പുറത്ത് ഒരു റിവർ ഉണ്ട്, അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഹോട്ട് സ്പ്രിങ്ങിലോട്ട് വന്നതാണ്. ഇത് ഞാൻ മാപ്പിൽ കണ്ടുപിടിച്ച ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ്. How are you? Hello. Wow. It's so nice. Hello. It's so nice. അടിപൊളി കേട്ടോ. വേറെ ലെവല് ഒരു how this place looks like. Amazing. Look. ഇവിടെ കുറേ ഗ്രാഫിക് ഡിസൈനും സംഭവങ്ങളൊക്കെയാണ്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു മുസ്ലിം പള്ളിയാണ്. ഇതെങ്ങനെയാണെന്ന് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നത്. ഇവിടെ വേറെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്, ഇതുപോലുള്ള നല്ല വലിയ റിസോർട്ട്. പക്ഷേ ഇത് ഒരു ലോക്കൽ സെറ്റപ്പാണ് കേട്ടോ. വാവ്, എൻ്റെ അമ്മോ, അടിപൊളി കേട്ടോ. എന്തിനൊക്കെയോ കുറേ ബിൽഡിങ്ങുകൾ ഇതുപോലെ വെറുതെ കെട്ടിയിട്ടിട്ടുണ്ട്. വെറുതെ അല്ല, ഇത് പണ്ടത്തെ എന്തൊക്കെ ബിൽഡിംഗ് ആയിരുന്നു. കണ്ടില്ലേ, പണ്ടത്തെ ക്ലോസറ്റ്. ഇത് എനിക്കൊന്ന് യുദ്ധത്തിൽ തകർന്നയാണോ എന്തോ എനിക്കറിയില്ല. എന്താ ഈ കാണുന്നതൊക്കെ If you go in this way, after like 100 meters from the right side, there is a crazy place, like archaeologist place. 100 meter right side. 100 from right. אתם עוברים שם את הגדר പണ്ട് കുറേ സിറിയൻ ആളുകളൊക്കെ താമസിച്ചിരുന്ന പ്രദേശമാണ്. പിന്നീട് അവരുടെ കയ്യിൽ നിന്നൊക്കെ പോയപ്പോൾ അവർ പോയി. പിന്നീട് ഇത് അതിനുശേഷം ഒരു ജോർദാനിയൻ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. പിന്നീട് അത് ഇസ്രായേലിൻ്റെ കയ്യിലായല്ലോ. അപ്പോൾ ഇതൊന്നും ഇപ്പം ഇല്ല, ഇപ്പം നശിച്ച് ഇങ്ങനെ കിടക്കുവാണ്. ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ഈ ഒരു ഭാഗം മുഴുവൻ
ഇതെല്ലാം ഇപ്പോൾ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഇവിടെ വല്ലപ്പോഴും വന്ന് കിടക്കും. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. നമ്മളിനി നടന്ന് വേറെ എന്തോ അങ്ങോട്ട് വേറെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടു. അങ്ങോട്ട് പോവാണ് നടന്ന് ഫ്രീഡം. കൊള്ളാമല്ലോ അങ്ങോട്ടൊക്കെ. കണ്ടിട്ട് പേടിയാവുന്നു. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കിടക്കാനാണ് പ്ലാന്. ഇവിടെ ആ കാണുന്നത് പള്ളി. യാ ദാറ്റ്സ് എ മോസ്ക്. എൻ്റെ അമ്മോ, കേട്ടോ നമ്മൾ ഏതൊക്കെയോ കാടൊക്കെ ഹരിച്ചു ഉറക്കി പോവുകയാണ്. കാണ്ടില്ലേ, ഇതെന്താണെന്നൊന്നും ചോദിക്കരുത്, എനിക്കിതിനെ കുറച്ച് അറിഞ്ഞൂടാ. ഗൂഗിളിൽ നോക്കിയിട്ടും കിട്ടുന്നില്ല. പണ്ടത്തെ എന്തോ ആണ്. വാവ്, ഓ ഇത് വേറൊരു, കണ്ടിട്ട് പേടിയാവുന്നു. ബട്ട് ഈ കാണുന്ന ഹോട്ട് സ്പ്രിംഗ് ആണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ഹോട്ട് സ്പ്രിംഗ് ആണിതാ. ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇതാ ആ കാണുന്ന അവിടെ നിന്ന് പമ്പ് ചെയ്യുവാണ് വെള്ളം. കണ്ടില്ലേ, നല്ല പൊള്ളുന്ന വെള്ളമെന്ന് തോന്നുന്നു. കണ്ടിട്ട് എന്തോ പോലെ, കണ്ടോ. അവിടെ നിന്ന് ചൂടുവെള്ളം ഉണ്ടാവുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കട്ടെ എന്താണെന്ന്. ഇത് പൂളാണ് കേട്ടോ. ദിസ് സപ്പോസ് ടു ബി എ പൂൾ, ഐ ഗസ്. Yes, as I said, they now rebuild it so soon. They put water inside. ഓ, ഇത് ഒരു പൂള് പോലെയാണ് കേട്ടോ. നമ്മളിനി അടുത്ത പൂൾ. ദിസ് ഈസ് പൂൾ ഹൗസ്, ഫുൾ ഓഫ് പൂൾസ്. റോം, I think from the Romans. റോമൻ കാലഘട്ടത്തിൽ നിന്ന് പറയുന്നുണ്ട്, അറിയില്ല കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം പോലുള്ള സംഭവം. പക്ഷെ ഇത് ഫുൾ ഓഫ് പൂൾസ് ആണ് കേട്ടോ. എനിക്കൊന്നു പൂൾ പാർട്ടി നടത്താനുള്ള ഒരു സ്ഥലമായിരുന്നു കാരണം കേട്ടോ. അതാ അടുത്ത പൂളിൻ്റെ ഉള്ള ഏരിയ. എൻ്റെ മാൻ, അടിപൊളി കേട്ടോ ഈ സ്ട്രക്ചേഴ്സും സംഭവങ്ങളൊക്കെ. വാട്ട് ഡു യു തിങ്ക് ആർക്കിയോളജിസ്റ്റ്? Amazing. You didn't find anything? No, some bones, but not more than that. Some bones. Yes. ബോണ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന്. കണ്ടില്ലേ, ഇതൊക്കെ റിനോവേറ്റ് ചെയ്തെടുത്ത എന്ത് മനോഹരമായിരിക്കും കേട്ടോ. അപ്പുറത്ത് അതെന്താണെന്തോ എനിക്കൊന്ന് അവർ റിനോവേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ആ കാണുന്നത് ഇവിടുത്തെ ഒരു മുസ്ലിം ദേവാലയമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടിപൊളി കേട്ടോ ഈ സാധനം. ഇത് വേറെ ലെവല്. ഒരു അന്ത്യമില്ല, ഇങ്ങനെ കിടക്കുവാണ്. അടിപൊളി കേട്ടോ, വേറെ ലെവൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള സ്ഥലം. അവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി എനിക്കൊന്ന് വെള്ളം ഉണ്ടായിരുന്നോ കേട്ടോ. ഈ കാലഘട്ടത്തിൽ വല്ലതുമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മോ, നല്ല ചൂട് കേട്ടോ. സൾഫർ കണ്ടന്റ് ഉണ്ട് വെള്ളത്തിൽ, നല്ല ചൂടെടുക്കുന്നുണ്ട്. അതാ എൻ്റെ അമ്മോ. ഹൗസ് ദ ഹോട്ട്? സോ ഹോട്ട്, റൈറ്റ്? സോ ഹോട്ട്. ഇവിടെ നമുക്ക് ബാഗൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇന്നത്തോട്ട് കൊണ്ട് വേറെ റൂമുകൾ, അത് പണ്ടത്തെ വാഷ്റൂമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, കൊള്ളാലോ സെറ്റപ്പ്. ഇത് അടിപൊളി സെറ്റപ്പ് കേട്ടോ. വീട്ടിൻ്റെ അകത്താണ് ഈ പൂള്. ഇവിടെ ഒരു പാർട്ടീഷൻ വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം താണ്ടേ ഇതുപോലെയാണ് കേട്ടോ. ഇവിടെയും കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങുവാണ്. എല്ലാം מנמרוד, נכון? משם נמזל. נכון. לפני איזה כמה שנים היינו... לא ראיתי אותך עם הזקן. Come on. What are you waiting for? What are you waiting for? Come on, you can. Hello. Have you guys been to Kerala? Unfortunately not. You not? No. Oh, but you been to? How was Kerala? Very nice. Okay. Welcome to Kerala next time, okay? You. Yeah. ഇവർക്കെല്ലാവർക്കും കേരളത്തിനെ കുറിച്ച് അറിയാമെന്നുള്ളതാണ് കേട്ടോ സത്യം. ഇവരുടെ പല ആൾക്കാരും കേരളത്തിലോട്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല ആഴമുണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെ ഭയങ്കര ചൂട്, അപ്പുറത്ത് കുറച്ചുകൂടെ ചൂട് കുറവ്. ബൈ ബൈ. ലഹിത്രയോത്ത്. ഇവിടെ കുറേ പേര് നമ്മളടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. פטריות.
Pitriot means? Pitriot means mushrooms. Mushroom. Pitriot. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഫുൾ ആളുകളാണല്ലോ. ഒരു ലോഡ് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരന്മാരാണല്ലോ തോക്കും കൊണ്ട്. ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ കുളിയാണ് കേട്ടോ. ഇന്ന് ഫുള്ള് കുളികളാണ്. ഫുള്ള് കുളിച്ച് റെഡിയായി. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇതാണ്ട് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. ഇവിടെ കുറേ പട്ടാളക്കാർ വന്നിട്ടുണ്ട് തോക്ക് വേണ്ടി. അവർ തീയിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ അവർ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് തീയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിനി ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. ഇവിടെ നിന്ന് തന്നെ ഒരു പുള്ളിക്കാരി നമ്മളെ വണ്ടിയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇന്നത്തെ താരൻ ആപ്പിളാണ്. ഹൗസ് സ്വീറ്റ്. ഓ അടിപൊളി ആപ്പിൾ കേട്ടോ. വേറെ ലെവൽ ടേസ്റ്റ് ആപ്പിള്. നമ്മളിനി ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഹിച്ചേക്കാൻ വേണ്ടി പോവാണ്. ജോർദാനിലെ വില്ലേജിൻ്റെ ലൈറ്റാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ കാണുന്നത് ജോർദാനാണ്. ആ കാണുന്നത് ഗാലക്സിയാണ്, ആകാശമാണ്. നമ്മളെ പല വണ്ടികളായിട്ട് നമ്മൾ ഓരോ വില്ലേജുകളൊക്കെ താണ്ടി ഇങ്ങനെ പോവാണ്. ഇത് നമ്മുടെ സീ ഓഫ് ഗലീലി ഏരിയ ആണ് കേട്ടോ. അതാണ് നമ്മുടെ ഗലീലി തടാകം. വളരെ പ്രസിദ്ധമായിട്ടുള്ള, അതായത് ലോകത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ ഫ്രഷ് വാട്ടർ തടാകമാണ് സീ ഓഫ് ഗലീലി. കേട്ടിട്ടില്ലേ ഗലീലി തടാകം? അപ്പോൾ അവിടെയാണ്. ഇവിടെ എല്ലായിടത്തും കിബൂട്ട്സ് ആണ് കേട്ടോ. ഓരോ കമ്മ്യൂണിറ്റി വില്ലേജ് ആണ് കിബൂട്ട്സിൻ്റെ അകത്തൊന്നും ചിലപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റൂല. അവർ ചിലപ്പോൾ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് കാണില്ല. നാളെ രാവിലത്തേക്ക് പാല് വാങ്ങിച്ചു. പാലിന് പോലും 150 രൂപ ഉണ്ട് കേട്ടോ. പാലിന് പോലും 150 രൂപ ഉണ്ട്. എല്ലാത്തിനും ഇസ്രായേലിൽ തൊട്ടാ എടുത്ത വിലയാണ് കേട്ടോ. കടയിലൊക്കെ കഴിക്കാൻ പോയാൽ പിന്നെ പറയണ്ട കേട്ടോ, ഭയങ്കര വില ആയിരിക്കും. നമ്മളങ്ങനെ നടന്ന് നമ്മൾ ഗലീലി തടാകത്തിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. രാത്രിയായി കേട്ടോ. ഇവിടെ സമയം 6 മണി ആയെങ്കിലും ഉള്ളെങ്കിലും ഇവിടെ 4:30 സൺസെറ്റ് ആവും. ഇതാണ് നമ്മുടെ ഗലീലി തടാകത്തിൻ്റെ അടുത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് ഭാഗമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഒബ്സർവേറ്ററിൻ്റെ റൂമൊക്കെയാണ് കേട്ടോ. നീന്താൻ പോകുന്നവരെ വലിയ ലേക്കാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിന് ചുറ്റുപാട് മലമുകളിൽ ഇങ്ങനെ കിടക്കുന്ന നഗരങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഗലീലി തടാകത്തിൽ വന്ന് നമ്മൾ ടൂണ ഫിഷും ഇതാണ്ടേ കുറച്ച് പീനട്ട് ബട്ടറും ബ്രെഡും ഒക്കെ ആക്കി കഴിക്കാൻ വേണ്ടി പോവാണ്. We are so rich with tuna, right? Rich life, see? Sleep on the beach, look. Yeah, but it's not allowed. ഇവിടെ വേണ്ട അലോഡ് അല്ലാന്ന് അവിടെ ചുവപ്പിൽ വെണ്ടയ്ക്കാശ്വരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗലീലി തടാകത്തിൽ വന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെയാണ് ടെൻ്റ് അടിച്ച് കിടക്കുന്നത്. കണ്ടില്ലേ, ഞാൻ എൻ്റെ ഇതുവരെ മാട്രസ് വരെ ത്യജിച്ചു കേട്ടോ. പാവം ആൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ജാക്കറ്റും ഇതൊക്കെ വെച്ചിട്ട് അതിലാണ് കേട്ടോ ഞാനിന്ന് കിടക്കുന്നത്. ഗുഡ് നൈറ്റ്. Guten Tag. Good night. How you say in Hebrew? Laila Tov. Laila Tov. Laila Tov. Laila Tov. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. വേസ്റ്റ് ബിന്നിൽ ബാക്കി ഡബ്ബയും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇവിടെ രാത്രി കിടന്നുകൂടാന്ന് താണ്ട ഇവിടെ എഴുതി വെച്ചത് കണ്ടില്ലേ. രാത്രി ആരെങ്കിലും നമ്മളെ വന്ന് ഒട്ടിക്കോന്തോ. ഇവിടെ ക്യാമ്പ് പറ്റൂല, ക്യാമ്പ് ഫയർ പറ്റൂല, മ്യൂസിക് പറ്റൂല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് ചേർത്തതാണ്. ഇന്നത്തെ ഒരു ലോഗ് വീഡിയോ ആയിരുന്നു. അതായത് കുറേ യാത്ര ഉണ്ടായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ എടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഈ ഉള്ളി കണ്ടപ്പോൾ അത് കാണിക്കാൻ തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പട്ടാളക്കാരുടെ കൂടെയൊക്കെ ആയിരുന്നു, കുറേ IDF-ൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അവരെല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അവരുടെ അടുത്തൊക്കെ കുറേ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇത് ചില സമയത്ത് ഈ യുദ്ധത്തിൻ്റെ കാര്യം, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ആളുകളും ലോകത്തുള്ള ഒരു ആളുകളുടെ പൊതുവായിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല ആളുകളാണ് കേട്ടോ, നന്മയുള്ളവരാണ്. പക്ഷേ ഈ രാഷ്ട്രീയവും ചില മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ഈ യുദ്ധങ്ങളും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലേ? കൂടുതൽ രാഷ്ട്രീയമാണെന്ന് വേണമെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയും, മതത്തിനെയും കാട്ടി എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും ജൂതവിരോധം കൊണ്ടു നടക്കുന്നുണ്ട്. എന്നെ തന്നെ ജൂതവിരോധം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഏതോ ഒരു ജട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് പോട്ടെ, അത് വേറെ ആളുകൾ പലതും പറയും. അപ്പോൾ ചില ആളുകൾക്ക് ഒട്ടും ജൂതരെ ഇഷ്ടമല്ല. പക്ഷെ പല നല്ല ആൾക്കാരാണ് കേട്ടോ ജൂതർ. പിന്നെ ചില ജൂതക്കാർക്കെന്ന് പറയുമ്പോൾ അറബികളെ ഇഷ്ടമല്ല. അവർ നല്ല ആളുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് വിഷമം വരും കേട്ടോ. ഇന്നലെ കൂടെ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവരെന്നെ നല്ലതുപോലെയാണ് നോക്കിയത് കേട്ടോ, ഒരു ജൂത ഫാമിലിയിൽ. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എന്തോ എനിക്ക് പെട്ടെന്ന് വിഷമം
തോന്നി കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങോട്ടും അങ്ങോട്ടും ചില അതെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കര രീതിയിൽ എന്താ പറയുക പല മാധ്യമങ്ങളൊക്കെ കാരണം അവരുടെ മനസ്സിൽ ഈ ചിന്താഗതിയാണ്, അവർ അഴുക്കതാണ്, അവർ കൊള്ളൂല. പക്ഷെ തൊട്ടടുത്ത് 50 കിലോമീറ്റർ കിടക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവരെ ജീവിതകാലത്തിൽ ആദ്യമായിട്ട് പോലും അങ്ങോട്ട് പോയിട്ടില്ലായിരിക്കും. പക്ഷെ പോയാൽ ചിലപ്പോൾ അവർ മനസ്സിലാവും. പക്ഷേ ഇവർ മാധ്യമങ്ങളെയും അവിടുത്തെ നാട്ടിലെ ഭരണാധികളെയും വിശ്വസിച്ച് മറ്റുള്ള ആളുകളെ വെറുക്കുന്നു. അപ്പം അങ്ങനെയുള്ള ലോകമൊക്കെ മാറട്ടെ. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.